ശ്രീമതി ശാന്താദേവി, രാധാമണി തമ്പുരാട്ടി, സരസ്വതി വർമ്മ, മീര വർമ്മ. ദീപജ്യോതി പരഞ്ജ്യോതി ദീപജ്യോതിർജനാർദ്ദനഃ ദീപോ ഹരതു മേ പാപം ദീപജ്യോതിർനമോസ്തുതേ ശുഭം കരോതി കല്യാണം ആരോഗ്യം സുഖസമ്പദഃ ദ്വേഷബുദ്ധി വിനാശായ ആത്മജ്യോതി നമോസ്തുതേ ആത്മജ്യോതി പ്രദീപ്തായ ബ്രഹ്മജ്യോതി നമോസ്തുതേ ബ്രഹ്മജ്യോതി പ്രദീപ്തായ ഗുരുജ്യോതി നമോസ്തുതേ. സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാമഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. വനിതാ മീറ്റിംഗിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തിരുവല്ല ക്ഷത്രിയ സഭ പ്രസിഡന്റായ നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണൻ ചേട്ടൻ ഇത്രയും ബുദ്ധിമുട്ടായാലും അദ്ദേഹം ഈ വേദിയിൽ സന്നിഹിതനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തെയും നമ്മുടെ ഓൾ കേരള ക്ഷത്രിയ സഭ വനിതാ വിഭാഗം രാധിക ചേച്ചിയെയും സെക്രട്ടറി സജീവിനെ എനിക്ക് പരിചയപ്പെടുന്നാലും അദ്ദേഹത്തെയും എല്ലാവരെയും ഈ ഒരു വേദിയിലേക്ക് നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വളരെ വലുതാണ്. നമുക്ക് എല്ലാവർക്കും രാധികയെ ശരിയായിട്ടുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ ഈ പുരുഷന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ ഏതായാലും സ്ത്രീകൾ പറയുന്ന കാര്യങ്ങളാണ് പുരുഷന്മാർ നടപ്പാക്കുന്നത്. അതിന്റെ വാസ്തവം അതാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും ഇറങ്ങി പ്രവർത്തിക്കണം. അതിൽ പ്രായം, കഴിവ് അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ഇല്ല. തിരുവല്ല ക്ഷത്രിയ ക്ഷേമസഭ പ്രസിഡന്റ് ശ്രീ PR വർമ്മ, സെക്രട്ടറി സജീവ് K വർമ്മ, മറ്റു വേദിയിലിരിക്കുന്ന മറ്റു വ്യക്തികൾക്ക് എല്ലാവർക്കും, എൻ്റെ ബന്ധുജനങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ നമസ്കാരം. ഞാന് സജീവ് പറഞ്ഞതുപോലെ ഒറ്റയ്ക്കാണ് തുഴയുന്നത്, വാസ്തവം പറയുവാണെങ്കിൽ. പിന്നെ ഇപ്പൊ എന്റെ കൂടെ കുറച്ച് പേരെ ചെറുപ്പക്കാർ കൂടിയിട്ടുണ്ട്. അവരാണ് എൻ്റെ ഒരു ബലം ഈ പ്രവർത്തന മേഖലയിൽ, വനിതാ വിഭാഗത്തിന്റെ പ്രവർത്തനത്തിൽ. വനിതാ വിഭാഗത്തിന് വേണ്ടി ഒരുപാട് സമയം ഞങ്ങൾ ചെലവഴിക്കുന്നുണ്ട്, ഞങ്ങളൊരു കൂട്ടായ്മ ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷെ അതിന്റെ ഫലം എല്ലാവരിലേക്ക് എത്തണമെങ്കിൽ എല്ലാവരും ഞങ്ങളോടുകൂടി ചേർന്ന് പ്രവർത്തിക്കണം. അതിനുള്ള അഭിപ്രായങ്ങൾ പറയുകയും, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അഭിപ്രായങ്ങൾ പറയുകയും ചർച്ച ചെയ്യുകയും ചർച്ചയിൽ കൂടെ നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തുകയും വേണം. അതുപോലെ മറ്റുള്ള സംഘടനകളുടെ അത്രയൊന്നും നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ചെറുകിട വ്യവസായങ്ങളൊക്കെ ചെയ്ത് വനിതകൾക്ക് മുന്നേറുവാനായിട്ട് സാധിക്കും. ഒരുപാട് പദ്ധതികൾ ഞങ്ങളുടെ പരിഗണനയിലുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ലോ കോസ്റ്റ് ബിസിനസ് തുടങ്ങുക എന്നുള്ളതാണ്. അതിന് മറ്റൊരു പേര് പറയും സീറോ കോസ്റ്റ് ബിസിനസ്. സീറോ കോസ്റ്റിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ലോ കോസ്റ്റ് ബിസിനസ് ആയിട്ട് നമ്മൾ തുടങ്ങുക. അത് ആരൊക്കെ അതിന് തയ്യാറായിട്ട് വരുന്നോ അവരെ എല്ലാം സപ്പോർട്ട് ചെയ്യുവാൻ തിരുവല്ല സഭ ഒരുക്കമാണ്. അതോടൊപ്പം തന്നെ ഓൾ കേരള ക്ഷത്രിയ ക്ഷേമസഭ വനിതാ വിഭാഗം സെക്രട്ടറി എന്നുള്ള നിലയിൽ ഏതൊരു സപ്പോർട്ടും ചെയ്യുവാൻ ഞാൻ ഒരുക്കമാണ്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരുക്കമാണ്. ഞാനെന്ന് പറഞ്ഞാൽ ഞാനൊരു വ്യക്തിയല്ല, ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. പ്രസിഡന്റ് ഡോക്ടർ K സുജാത വെള്ളാരപ്പള്ളിയിൽ നിന്നുള്ളത്, സെക്രട്ടറി ഞാന്, പിന്നെ അങ്ങനെ അടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ എല്ലാവരും തന്നെ എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവരും വിവരമുള്ളവരാണ്. ഈ ഇരിക്കുന്നവരെല്ലാം തന്നെ എഡ്യൂക്കേറ്റഡ് ആണ്, വിവരത്തിന്റെ ഒരു കുറവുമില്ല. പക്ഷെ അതെങ്ങനെ നമ്മുടെ അറിവുകളെ ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്തിയെടുക്കണം എന്നുള്ളതാണ് അറിഞ്ഞുകൂടാത്തത്. പണം സമ്പാദിക്കാൻ നോക്കണം. അതായത് നമുക്ക് പറ്റുന്നതായിട്ടുള്ള ധാർമ്മികമായ ജോലികൾ ചെയ്തിട്ട് നമ്മൾ സമ്പത്ത് ഉണ്ടാക്കുക.
സമ്പത്തുണ്ടാക്കണം. ചെങ്ങന്നൂർ താലൂക്കിലെ മികച്ച ലൈബ്രറിയൻ എന്ന അവാർഡ് ലഭിച്ച ശ്രീ രാമോഹൻ വർമ്മ എന്ന ഞങ്ങളുടെ കമ്മിറ്റി അംഗവും സഭാംഗവുമായ ചേട്ടനെ ആദരിക്കുന്നു. സഭയുടെ പ്രസിഡന്റ് ആദരിച്ചു. അദ്ദേഹത്തിന് അതോടൊപ്പം ഒരു ചെറിയ പാരിതോഷികവും കൂടെ സഭയുടെ സെക്രട്ടറി ശ്രീ സജീവ് കെ വർമ്മ നൽകി. രാമോഹൻ ചേട്ടൻ അക്ഷരശ്ലോക മേഖലയിലും വളരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ ആദരിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം വനിതാ വിഭാഗത്തിന് വളരെ സന്തോഷം നൽകിയ ഒരു അനുഭവമാണ്. ലേഖ രാമവർമ്മ കാർഷിക മേഖലയിലും പ്രവർത്തന മേഖലയിലും ഒരുപോലെ പ്രവർത്തന മികവ് അംഗീകാരം ലഭിച്ചു. ലേഖയെ ആദരപൂർവ്വം ഞങ്ങളുടെ ആദരവിനും അനുമോദനത്തിനും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി ലേഖ വർമ്മ തിരുവല്ല സഭയിലെ വനിതാ അംഗമാണ്. ചെന്നിത്തല താമസം. കാർഷിക മേഖലയിലും പ്രവർത്തന മേഖലയിലും ഒരുപോലെ മികവ് തെളിയിച്ച ലേഖയെ ഞങ്ങൾ ആദരിക്കുന്നു. ആദരിക്കുന്നത് ഡോക്ടർ മീര വർമ്മ, അതുപോലെ തന്നെ ശ്രീമതി ശാന്താദേവി ഇവർ ചേർന്നാണ് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത്. പൊന്നാട അണിയിച്ച് ആദരിക്കുകയും അതോടൊപ്പം തന്നെ ഒരു പാരിതോഷികം നൽകുകയും ചെയ്തു. അപ്പോൾ പാരിതോഷികം നൽകിയത് നമ്മളുടെ കമ്മിറ്റിയിലെ അംഗവും അതുപോലെ കേന്ദ്ര കമ്മിറ്റി ട്രഷററുമായ ശ്രീ സൂര്യകുമാർ വർമ്മയാണ്. പടിഞ്ഞാട്ട് പിന്നീട് ആശംസാ പ്രസംഗങ്ങളായിരുന്നു. ശ്രീമതി പ്രിയ വർമ്മ ആശംസകൾ അർപ്പിക്കുന്നു. ആദ്യമായിട്ട് 3 പേരാണ് ആശംസകൾ അർപ്പിച്ചത്. അതിലാദ്യം പ്രിയ വർമ്മ. തോന്നത്തക്ക നിലയിലുള്ള ഉത്കർഷ്ട നിലയിലാണ് ജാതിയുടെ പ്രവർത്തനം എന്ന് ഒരു സംശയവുമില്ലാതെ പറയാം. വളരെ ആക്റ്റീവായിട്ട് സെക്രട്ടറി എന്നുള്ള നിലയിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയാമല്ലോ, ഒരു കൂട്ടായ്മയുടെ കാര്യത്തിൽ ഈ മഞ്ചേരിയിലും മംഗളയിലും ഒക്കെ പോകുമ്പോൾ പോലും ഒറ്റയ്ക്കല്ല പോയതെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ 2 പേരെയോ 3 പേരെയോ കൂട്ടി ആ സ്ഥലങ്ങളിലൊക്കെ പോകാൻ കാണിക്കുന്ന ഒരു ആർജവും അത് പ്രവൃത്തിയിലും കാണുന്നുണ്ട്. നമ്മൾ മിറ്റത്ത് തന്നെയല്ല മറ്റുള്ളിടത്തും അത് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഉത്തരോത്തരം ഈ വനിതകളുടെ ഈ സംഘടന ശക്തിപ്പെടാൻ രാധികയുടെ ഈ പ്രവർത്തനവും ഔത്സുക്യവും സഹായിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും അധികം സന്തോഷം തോന്നുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പേർ തങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇന്നൊരു ദിവസം ഇവിടെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ കൂടിച്ചേരലിന്റെ ഒരു ആനന്ദം, അതിന്റെ പ്രതിഫലനമാണ് നമ്മൾ ഓരോരുത്തർക്കും ഇവിടെ കാണുന്നത്. രാധിക ചേച്ചി പറഞ്ഞു നിർത്തിയെടുത്തെന്ന് തുടങ്ങാം. മഹാകവി ഉള്ളൂര് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമിക്കിൽ ഉയരാം, നടുവിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്നാണ് മഹാകവി ഉള്ളൂർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഒരാളുടെ ജീവിതത്തിന്റെ സുഖവും സന്തോഷവും എല്ലാം നമ്മളാൽ നിർമ്മിക്കപ്പെടുന്നതാണ്. നമ്മൾ നമ്മളെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ നമ്മൾക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കും, നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കും, നമ്മുടെ സമൂഹത്തെ സ്നേഹിക്കും, നമ്മുടെ നാടിനെ സ്നേഹിക്കും, നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കും, നമ്മുടെ ലോകത്തെ സ്നേഹിക്കും, സഹജീവികളെ സ്നേഹിക്കും. സഹജീവികളോടുള്ള ഈ സ്നേഹം, സഹജീവികളോടുള്ള ഒരു കരുതൽ നമ്മൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? സഹജീവികളോടുള്ള കരുതൽ നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ ആൾക്കാരുടെ അടുത്ത്, നമ്മുടെ സ്വന്തക്കാരുടെ അടുത്ത് നമ്മൾ കാണിക്കുന്ന കരുതൽ. അവർക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മളെ സമീപിക്കാൻ മറ്റൊരാൾക്ക്, എന്റെ അയൽപക്കത്തുള്ള ഒരാൾക്ക് ഒരു വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സങ്കടം വരുമ്പോൾ ഓടി വന്ന് ഒരു ചായാനെടുത്തോളും, അല്ലെങ്കിൽ അവനൊരു സന്തോഷം വരുമ്പോൾ ഷെയർ ചെയ്യാൻ ഒരാള്, എന്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാൻ എനിക്കുണ്ടാകുന്ന ഒരു കൂട്ട്, അവിടെയാണ് ബന്ധങ്ങൾ ഉണ്ടാകുന്നത്.
സന്തോഷകരമായ ബന്ധങ്ങളാണ് ഏതൊരു സമൂഹത്തിന്റെയും ബലം എന്ന് പറയുന്നത്. ഏതൊരു സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് സന്തോഷകരമായി നിലനിന്നു പോകുന്ന ബന്ധങ്ങളാണ്. അത്തരത്തിലുള്ള ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുവാനാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സഹായിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ധാരാളം ചെയ്യാനുണ്ട്. നമ്മുടെ കണ്ണും കാതും തുറന്നു വെക്കുക. കടമനിട്ട പറഞ്ഞതുപോലെ കണ്ണ് വേണം ഇരുപുറം എപ്പോഴും, കണ്ണ് വേണം മുകളിലും താഴെയും, കണ്ണിനുള്ളിലെ കത്തിജ്വലിക്കും ഉൾക്കണ്ണ് വേണം എപ്പോഴും എന്നാണ് പറയുന്നത്. എന്തുവാണ് നമുക്ക് ഏറ്റവും കൃത്യമായി വേണ്ടത്? നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയേറെ സന്തോഷകരമായ ഒരു ദിനമാണ് ഇന്ന്. ഞാൻ കൂടി ഉൾപ്പെട്ട തിരുവല്ല ക്ഷത്രിയ ക്ഷേമസഭയുടെ വനിതാ വിഭാഗവും ക്ഷത്രിയ സഭയും ഉൾക്കൊണ്ടുകൊണ്ട് ചെങ്ങന്നൂർ താലൂക്കിൽ ഏകദേശം 40 ലൈബ്രറികളാണുള്ളത്. അതിൽ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ചെങ്ങന്നൂരിൻ്റെ ഏറ്റവും പടിഞ്ഞാറ് അതിർത്തിയായ രാമോഹൻ ചേട്ടന്റെ മറുപടി പ്രസംഗത്തിൽ നിന്ന് ആ ഗ്രന്ഥശാലയിലെ ഏകദേശം 40 വർഷമായി ലൈബ്രറിയനായി പ്രവർത്തിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. ഈ 40 വർഷത്തിനിടയിൽ ധാരാളം പുസ്തകങ്ങൾ വായിക്കുവാനും ഈ നോവലോ കഥയോ അതിനേക്കാൾ ഉപരി കൂടുതൽ ശ്ലോകങ്ങൾ പഠിക്കുവാനുമൊക്കെയുള്ള അവസരം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. കേരള ബാങ്കിന്റെ നെരണം വെസ്റ്റ് ശാഖയിലെ ശാഖാ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. എന്റെ പ്രൊഫഷൻ അതാണ്. എന്റെ പാഷൻ ലേഖയുടെ മറുപടി പ്രസംഗത്തിന്റെ ഏതാനും ഭാഗങ്ങൾ. കുടുംബിനികള് മനസ്സ് വെച്ചാല് നമ്മുടെ വീട്ടിലെ പലവിധ രോഗങ്ങളും നമ്മുടെ ഭക്ഷണക്രമത്തിലൂടെ അകറ്റാൻ കഴിയും. കണ്ണെഴുതി ആലിലത്താലി ചാത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. മണവാളനെത്തും നേരം കൊടുമയിൽ ചൂടാനൊരു കുടമുള്ള മലർമാല കോർത്തിരുന്നു. അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. മുടിമേലെ കെട്ടിവെച്ചു തുളുനാടൻ പട്ടുടുത്തു മൂക്കൂറ്റി ചാന്തും കൊണ്ടു ഞാനിരുന്നു. കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം, കന്നിവയൽ വരമ്പത്ത് കാലൊച്ച കേട്ട നേരം കല്യാണമണി ദീപം കൊളുത്തി വച്ചു. അഞ്ജന കണ്ണെഴുതി ആലിലത്താലി ചാത്തി അറപ്പുരവാതിൽ ഞാൻ കാത്തിരുന്നു. തൂഷനില മുറിച്ചു വെച്ചു തുമ്പപ്പൂച്ചോറു വിളമ്പി ആശിച്ച കറിയെല്ലാം നിരത്തി വെച്ചു. തൂഷനില മുറിച്ചു വെച്ചു തുമ്പപ്പൂച്ചോറു വിളമ്പി ആശിച്ച കറിയെല്ലാം നിരത്തി വെച്ചു. പുല്ലുകളുറങ്ങിട്ടും പൂഴി കരഞ്ഞ
കാത്തിരുന്നു. ചെയ്തു തെയ്യത്തും ചെയ്തും തെയ്യത്തും ചെയ്തും തെയ്യത്തും ചെയ്തും തെയ്യത്തും. കൈ വളരെ തങ്ക പൂങ്കാൽ വളരെ താഴം ഭൂമി വളരെ നാളേക്കൊരു നിധിയ. കൂടി തുടങ്ങുകയാണ്. കാരണം ഞാൻ 6:45 ട്രെയിൻ വരണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് ആ ട്രെയിൻ കിട്ടിയില്ല. പിന്നെ ഞാൻ പാസഞ്ചറൊക്കെ പിടിച്ചാണ് കൊല്ലത്തെത്തി. കൊല്ലത്തുനിന്ന് ഞാൻ ഭാഗ്യത്തിന് ലോകവന്യത്തിലേക്ക് അതിലാണ് ഞാൻ കായംകുളത്ത് ഇറങ്ങി പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ബസ്സിന് ഞാൻ ഒരു ഏകദേശം 1/2 മണിക്കൂർ ബസ്സിന് കാത്ത് നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ഞാൻ താമസിച്ചത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനൊരു 2 വാക്ക് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഒരു 2 വാക്ക് പറഞ്ഞ് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കാം. തിരുവല്ല ക്ഷത്രിയ ക്ഷേമ സഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു വനിതകളുടെ കൂട്ടായ്മ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഏത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം വനിതകളുടെ കൂട്ടായ്മ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ സഭയ്ക്കൊരു പുരോഗതി ഉണ്ടാവണമെങ്കിൽ വനിതകൾ വിചാരിച്ചാലേ നടക്കുള്ളൂ. കാരണം നമുക്കറിയാം പുരുഷന്മാർ വിചാരിച്ചാൽ എത്രത്തോളം. കാരണം നമ്മൾ തുടങ്ങി വെച്ചത് എപ്പോഴാണ്? ഏതാണ്ട് 1986 തുടങ്ങിയൊരു സംഘടനയാണ്. ഇപ്പോൾ ഏതാണ്ട് 40 വർഷം പിന്നിടുകയാണ്. നമുക്ക് 40 വർഷം കൊണ്ട് എന്തുണ്ടാക്കാൻ സാധിച്ചു? എക്സൈസായിട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് കെട്ടിടം പണിയാൻ പറ്റി. അതുപോലെ തന്നെ നമുക്ക് വേറൊരു പ്രോജക്റ്റ് കാരുണ്യ പദ്ധതി. ഈ 2 പ്രോജക്റ്റ് അല്ലാണ്ട് നമുക്ക് വേറൊരു പ്രോജക്റ്റ് ഇല്ല. പെൻഷൻ്റെ കാര്യത്തിൽ സംസ്ഥാന സഭയാണ് മുൻകൈ എടുത്തത്. പക്ഷേ അത് നമുക്ക് വളരെ പ്രയോജനമാണ്. സംസ്ഥാന സഭയുടെ യാതൊരു കൃത്യത്തിൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് സംസ്ഥാന സഭയോട് നന്ദി പറയേണ്ട കാര്യമാണ്. കുട്ടികളിലും മുതിർന്നവരിലും കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കുവാനായിട്ട് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. അതിലൂടെ ഒരു കാർഷിക സംസ്കാരവും കുട്ടികളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ആവശ്യമുള്ള പച്ചക്കറി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുക എന്നുള്ള ചിന്തയോടുകൂടി വിഷവിമുക്തമായ പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്കും വനിതകൾക്കും പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. മാവേലിക്കരെ കേന്ദ്രീകരിച്ച് ശ്രീപാദം സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞൊരു സംരംഭം ഞങ്ങൾ ആരംഭിക്കുകയാണ്. അവിടെ കൂടുതലായി നമ്മുടെ ക്ഷേത്രകലകൾ, കഥകളി സംഗീതം, കഥകളി വേഷം, ചെണ്ട, പാട്ട്, അതിനൊപ്പം അക്ഷരശ്ലോകം, കാവ്യകേളി, തിരുവാതിരകളി, അങ്ങനെ ഈ നമ്മൾ പരമ്പരാഗതമായി പുലർത്തിപ്പോന്നിരുന്ന ചില കലകളുടെ അഭ്യസനത്തിന് വേണ്ടി ഓട്ടംതുള്ളൽ അങ്ങനെയുള്ളത് ക്ഷേത്രകലകൾ, ശാസ്ത്രീയ കലകളുടെ അഭ്യസനത്തിന് വേണ്ടി ശ്രീപാദം സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞൊരു സംരംഭം തുടങ്ങുന്നുണ്ട്. എന്റെ സഹോദരൻ കലാമണ്ഡലം ശ്രീകാന്ത് വർമ്മയും അദ്ദേഹത്തിന്റെ ഭാര്യ ധന്യാവർമ്മയുമാണ് ഇതിന്റെ ചുമതല വഹിക്കുന്നത്. നമ്മൾ അവരുടേതായ കർമ്മങ്ങൾ, അവരുടേതായ മേഖലയിൽ പ്രത്യേക വ്യക്തിമുദ്ര പതിപ്പിച്ചതിനോട് നമ്മൾ ആദരം വാങ്ങാൻ വന്ന അവരോട് പ്രത്യേകം നന്ദി പറയാണ്. പിന്നെ ഇവിടെ വന്ന് യോഗത്തിൽ പങ്കെടുത്ത ഉള്ള സൗകര്യത്തിൽ കൂടി പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി, സന്തോഷം. ഞങ്ങൾ എൻ്റെ ഉണ്ണിച്ചേട്ടൻ്റെ മക്കളെ സന്തോഷം രേഖപ്പെടുത്തുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും മാക്സിമം ആൾക്കാർ ഇതുപോലുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒത്തുകൂടാൻ, അത് ഇവിടെ ഒരു വേദിയായാൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ. ഈ ഉള്ള സൗകര്യങ്ങളിൽ നമുക്കത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവർക്കും ഓൾവേസ് വെൽക്കം.